പൊതു തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് CPIM പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. സിറ്റിംഗ് MLA-മാരും മന്ത്രിമാരും വരെ പരിഗണനയിലുണ്ട്. ഈ മാസം 27-ന് CPIM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ഫ്രാൻസിസ് ജോർജിനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് സൂചന. മുസ്ലിം ലീഗുമായുള്ള കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾ എങ്ങും എത്തിയില്ല. ഷഫീദ് റാവുത്തറും ടോബി ജോൺസണും വിവരങ്ങളുമായി. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഇപ്പോൾ പ്രാഥമിക ചർച്ചകളൊക്കെ നടക്കുകയാണ് CPIM സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ. അതിൽ മുതിർന്ന നേതാക്കൾ, നിലവിലെ മന്ത്രിമാരുടെ വരെ പേരുകൾ കേൾക്കുന്നുണ്ട്. അതിന്മേലൊക്കെയുള്ള ചർച്ചകൾ, രാധാകൃഷ്ണന്റെ പേരൊക്കെ വരുന്നു. എന്നാൽ താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നതായുള്ള റിപ്പോർട്ടുകളൊക്കെ. ഏതായാലും നാളെയുമൊക്കെ ജില്ലാ യോഗങ്ങൾ നടക്കാനിരിക്കുന്നു, സംസ്ഥാന കമ്മിറ്റി ചേരാനിരിക്കുന്നു. അതിനുശേഷം 27-ന് അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് വിവരങ്ങൾ. അനുജ, മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവാക്കളെ അടക്കം പരിഗണിച്ചുകൊണ്ട് പുതിയൊരു പരീക്ഷണമാണ് CPIM ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില MLA-മാരെ അടക്കം ഇറക്കിയുള്ള ഒരു പരീക്ഷണത്തിന് CPIM നേതൃത്വം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായിട്ടാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഈ മണ്ഡലങ്ങളിൽ, നമ്മൾ ഈ പറയുന്ന മണ്ഡലങ്ങളിൽ ഇവരെയൊക്കെയാണ് പരിഗണിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആറ്റിങ്ങലിൽ വർക്കല MLA V. ജോയിയുടെ പേര് മാത്രമാണ് പരിഗണിച്ചത്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് മത്സരിച്ചേക്കും. അതേപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായവും, അവിടെ ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരുക. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് വന്നേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. പാലക്കാട് A. വിജയരാഘവനാണ് സാധ്യത കൂടുതലെങ്കിലും M. സ്വരാജിന്റെ പേരുകളും ചർച്ചയിൽ ഉയർന്നു. ആലത്തൂരിലാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനെ മത്സരിപ്പിക്കണമെന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ആഗ്രഹം. പക്ഷേ മത്സരിക്കാൻ താല്പര്യം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ K. രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. AK ബാലനും PK ജമീൽ എന്നിവരുടെ പേരുകളും ആലത്തൂരിൽ ചർച്ചയായി ഉയരുന്നു. അതേപോലെ തന്നെ കോഴിക്കോട് എളമരം കരീം മത്സരിച്ചേക്കും. കണ്ണൂരിലും വടകരയിലും KK ശൈലജ ടീച്ചറുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പേരും സജീവമാണ്. കാസർഗോഡ് TV രാജേഷിനാണ് സാധ്യത കൂടുതൽ. പൊന്നാനിയിൽ KT ജലീലിന്റെ പേര് സജീവ ചർച്ചയാണ്. മന്ത്രി V. അബ്ദുറഹ്മാനെ പരിഗണിച്ചെങ്കിലും താല്പര്യമില്ലെന്ന് അറിയിച്ചതായിട്ടാണ് വിവരം. മലപ്പുറത്ത് VP സാനുവിന്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും വന്നേക്കും. ചാലക്കുടിയിൽ മുൻമന്ത്രി C. രവീന്ദ്രനാഥിന്റെ പേരാണ് പാർട്ടി പരിഗണിക്കുന്നത്. എറണാകുളത്ത് ഒരു പൊതുസ്വതന്ത്രനും മത്സരിച്ചേക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നാളെയും മറ്റന്നാളും CPIM-ന്റെ ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തും. 21-ന് സംസ്ഥാന കമ്മിറ്റി പട്ടിക വീണ്ടും ചർച്ച ചെയ്യും. അതിനുശേഷം പാർലമെന്റ് കമ്മിറ്റികൾക്ക് വിടും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ഈ മാസം 27-ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് CPIM-ന്റെ തീരുമാനം. അനുജ, ശരി, ഇനിയിപ്പോൾ കോട്ടയത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥി ആര് എന്നത് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് വാർത്ത. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, ഇതിനോടകം തന്നെ LDF സംസ്ഥാനത്ത് തന്നെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന നിലയ്ക്ക് തോമസ് ചാഴികാടന്റെ പേര് പറഞ്ഞിരുന്നു. അദ്ദേഹം പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ആകും UDF-ന്റെ സ്ഥാനാർത്ഥി എന്നത് നമുക്ക് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടോ? NDA-യുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരൊക്കെ കേട്ടിരുന്നല്ലോ. അനുജ, തീർച്ചയായിട്ടും LDF ഒരുപടി മുന്നിൽ എത്തിയിരിക്കുന്നു കോട്ടയത്ത്. അതായത് നേരത്തെ തന്നെ കഴിഞ്ഞ 12-ാം തീയതി തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ രംഗത്തേക്ക് തോമസ് ചാഴിക്കാടിന് തന്നെ ഒരവസരം കൂടി കൊടുത്തുകൊണ്ട് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റ് രണ്ട് മുന്നണികൾക്കും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാളെ 11 മണിക്ക്, കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-മായി ചർച്ച നടന്നിരുന്നു. മുസ്ലിം ലീഗുമായിട്ടുള്ള തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ, സീറ്റ് ചർച്ചകൾ തുടരുന്നത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം UDF എടുത്തിരുന്നില്ല. പക്ഷേ ഇന്ന് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തിയിരിക്കുന്നു. UDF-ൽ നിന്നും കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റ് എന്നുള്ള ഒരു ധാരണ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളെ 11 മണിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. കോട്ടയത്ത് വെച്ച് PJ ജോസഫ് തന്നെയാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. എന്തായാലും പല പേരുകൾ ഉയർന്നു വന്നിരുന്നു. അതിലേറ്റവും പ്രധാനമായി, അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ സാധ്യതാ പട്ടികയിൽ അവസാനമായി എത്തി നിൽക്കുന്നത് ഫ്രാൻസിസ് ജോർജ് തന്നെയാണ്. ഫ്രാൻസിസ് ജോർജിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി നാളെ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. K. മാണിയുടെ മരുമകൻ MP ജോസഫ്, PC തോമസ് തുടങ്ങിയ ആളുകളെല്ലാം തന്നെ സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടിയുള്ള അവരുടെ മോഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അവസാനം കോൺഗ്രസിന്റെ ഒരു സമ്മർദ്ദം കൂടി ഇതിന്റെ അകത്തുണ്ട്. ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കോട്ടയത്ത് മത്സരിക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. PJ ജോസഫോ അല്ലെങ്കിൽ മോൻസ് ജോസഫോ മത്സരിക്കണമെന്നായിരുന്നു. ഇരുവരും മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് അടുത്ത സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് വരണമെന്നുള്ളൊരു ആവശ്യം കോൺഗ്രസിൽ നിന്നും ഉയർന്നു വന്നത്. അങ്ങനെ ഫ്രാൻസിസ് ജോർജിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. എന്നിരുന്നാൽ പോലും PJ ജോസഫാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യമായിരിക്കും നാളെ പുറത്തു വരിക. BDJS-ന്റെ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. NDA-യിൽ ഇത്തവണ BDJ-ത്തിന് സീറ്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് സീറ്റ് വേണ്ട എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ആ സീറ്റിലേക്ക് തുഷാർ വെള്ളാപ്പള്ളി വരുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനുജ, ശരി, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നു. CPIM-ന്റെ 27-ന് അന്തിമ പട്ടിക പ്രഖ്യാപിക്കും. UDF-ൽ കോട്ടയത്തെ സ്ഥാനാർത്ഥി ആര് എന്നതിൽ നാളെ അന്തിമ പ്രഖ്യാപനമുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.